മാതാപിതാ ഗുരു ദൈവം ഇന്ന് അങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ? മാതാപിതാക്കൾ ഇന്ന് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അക്കൂട്ടത്തിലേക്ക് ഗുരുക്കന്മാരും എത്തിയിരിക്കുന്നു, പ്രത്യേകിച്ചും പീഡനത്തിൻ്റെ കാര്യത്തിൽ. പൗർണമി ആ വാർത്ത കേട്ടിരുന്നു. ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു വാർത്തയാണ്. അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ഒരു അധ്യാപകനല്ല 3 അധ്യാപകർ ചേർന്ന് കുട്ടിയെ പീഡിപ്പിച്ചു. കുട്ടി ഗർഭിണിയായി. അത് ഏറെ ഞെട്ടിപ്പിച്ചൊരു വാർത്തയാണ്. സംഭവം ചെന്നൈയിലാണ് നടക്കുന്നത്. ചെന്നൈയിൽ എവിടെയായിരുന്നു? ചെന്നൈയിൽ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. അത് കുട്ടി ഇത് പുറത്ത് പറഞ്ഞിരുന്നില്ല. ഈ പ്രധാന അധ്യാപകൻ, അതായത് പ്രിൻസിപ്പൽ ആയിരിക്കണം, ഈ കുട്ടി കുറച്ചധികം ദിവസങ്ങളായി സ്കൂളിൽ വരാത്തതിനെ തുടർന്ന് അന്വേഷിച്ച് വീട്ടിലെത്തി കാര്യം തിരക്കിയപ്പോഴാണ് വീട്ടിലുള്ളവർ പോലും ഇത്തരത്തിലുള്ളൊരു ഈ സംഭവം നടന്ന കാര്യം അറിയുന്നത്. അതിനുശേഷമാണ് എന്ന് എനിക്ക് തോന്നുന്നു അത് ഗർഭിണിയാണെന്ന് ഇത് ചെയ്തതും അതിനുശേഷം അബോർട്ട് ചെയ്ത കുട്ടി ചികിത്സയിലാണ് ഇപ്പോൾ. ഈ പറയപ്പെടുന്ന 3 അധ്യാപകരിൽ ഒരാൾക്ക് മാതൃകാ അധ്യാപകരുള്ള അവാർഡ് മേടിച്ചാണ്. സ്കൂൾ ഇപ്പോൾ അവധിയിലാണ്. ആൾക്കാർ കല്ലെറിയുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പക്ഷെ അത് മുഖ്യധാര മാധ്യമങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മാത്രം ഒതുങ്ങിപ്പോയത് ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു വാർത്ത എന്ന രീതിയിൽ അത് അങ്ങനെ പോയി എന്നിരിക്കുകയാണ്. കാരണം ഇവിടെ 15 വയസ്സുള്ള വിദ്യാർത്ഥി 23ാം നിലയിൽ നിന്ന് ചാടി മരിക്കുന്നു, സ്കൂളുകളുടെ അഫിലിയേഷൻ ഇല്ല എന്ന് കണ്ടെത്തുന്നു. അങ്ങനെ ഭയങ്കര കോലാഹലങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളെ സ്കൂളുകളെ സംബന്ധിച്ച്. അത് എന്ത് വിശ്വാസത്തിൽ ഇനി കുട്ടികളെ സ്കൂളിൽ? ഗവൺമെന്റ് സ്കൂളാണ്, അത് പ്രത്യേകം എടുത്ത് പറയണം. കാരണം നമ്മളൊക്കെ ഈ പറയുന്ന CBSE ICSE സ്കൂളുകളിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പ്രശ്നം നടന്ന ഈ പറയുന്ന ജെം സ്കൂളോ ഏതാണ്ട് ഗ്ലോബൽ സ്കൂളിലൊക്കെയാണ് മരിച്ച കുട്ടി പഠിച്ച ആ കുട്ടി മിഹിർ പഠിച്ച സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ CBSE ആണ് എന്ന് പറയും. പബ്ലിക് സ്കൂളുകളാണ്. പബ്ലിക് സ്കൂളിൽ ഇങ്ങനെയൊക്കെ നടക്കും. നമ്മളാണെങ്കിൽ സ്വാഭാവികമായിട്ട് പറയുമോ പബ്ലിക് സ്കൂളിൽ ഇതൊക്കെ നടക്കും, അവിടെ അധ്യാപകർക്ക് കുട്ടികളെ നോക്കാൻ എവിടെ നേരം, അല്ലെങ്കിൽ അവർ തമ്മിലൊരു ഇഴയെടുപ്പമില്ല. ഇതിപ്പോൾ ഇഴയെടുപ്പം കൂടിപ്പോയതാണോ? ആ കുട്ടിയെ എക്സ്ട്രാ ക്ലാസ് എന്ന് പറഞ്ഞ് 8ാം ക്ലാസ്സുകാരി എക്സ്ട്രാ ക്ലാസിന്റെ സമയത്താണ് പീഡിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. അതും എന്ത് ധൈര്യം എന്നാണ് ചിന്തിക്കുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാട് പോലൊരു സ്ഥലത്ത് സ്ത്രീകളോട് അങ്ങേയറ്റം ബഹുമാനം. അമ്മ എന്നല്ലാതെ അവർ ആരെ പുറത്തുനിന്നുള്ള ഒരാളെ പോലും അവർ അമ്മ എന്ന് അനൗൺസ് ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ പ്രൊണൗൺസ് ചെയ്തിട്ടാണ് അവർ വിളിക്കുന്നത്. എന്നമ്മ എന്ന വിശേഷവർക്ക് അങ്ങനെ ചോദിച്ചാണ് സംസാരിക്കുന്നത്. അത്രയും ഒരു നാട്ടിൽ ഒരു പെൺകുട്ടി ചെയ്യാന്ന് പറയുന്നത് ശരിക അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 3 അധ്യാപകർ, ഒരു അധ്യാപകർ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് അയാൾ 3 പേർ. അപ്പോൾ ഇതിൽ ഒരാൾ തെറ്റ് ചെയ്താൽ തിരുത്തേണ്ട ആളുകളാണ് മറ്റു 2 പേർ. അതായത് ഗുരുതുല്യനായിട്ടുള്ളൊരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും സ്വന്തം മകളെ പോലെ കാണേണ്ട ഒരു ആളാണ് ആ കുട്ടിയോട് ഇത്രയും മോശമായിട്ട് പെരുമാറിയത്. എന്ത് ആയിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും സ്കൂളിൽ പോകാൻ പേടിയുണ്ടാവും. എങ്ങനെ സ്കൂളിൽ പോകും? അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി സ്കൂളിൽ നിന്ന് പോവാതിരുന്നത്. ഒരുപക്ഷെ വീട്ടുകാർ ചോദിച്ചിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് പോവാത്തത്. മാത്രമല്ല ഗവൺമെന്റ് സ്കൂൾ ഒരു കീഴ്വഴക്കം അനുസരിച്ച് കുട്ടികൾ 5 ദിവസത്തിൽ കൂടുതൽ ആബ്സെന്റ് ആയാൽ ഒന്നെങ്കിൽ അധ്യാപകർ വീട്ടിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ പാരന്റ്സിനെ വിളിപ്പിക്കുകയോ ചെയ്യും. ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണ്. ഇന്ത്യയിലുണ്ടായിരുന്നത് പോലെയല്ല. പണ്ടെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഗവൺമെന്റ് സ്കൂൾ ആകുമ്പോൾ ആരും ശ്രദ്ധിക്കാനില്ല, ആബ്സെന്റ് ആയാൽ നോക്കത്തില്ല, അതൊന്നും ഒരു വിഷയങ്ങളെ അല്ല. കഞ്ഞി കുടിക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഗവൺമെന്റ് സ്കൂൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇവിടെ ആ മാറ്റങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു സുരക്ഷ ഒരുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് വിശ്വാസത്തിലാണ്? എന്റെയൊക്കെ മകൾ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതാണ് രാവിലെ ഒരു 9:30 ആകുമ്പോൾ കുഞ്ഞിനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നു, അവള് സേഫ് ആണ്. അതിപ്പോ ഗവൺമെന്റ് സ്കൂൾ എന്നുള്ളതല്ല, ഏതൊരു സ്കൂളിലും കുട്ടികൾ സുരക്ഷിതരായിട്ടിരിക്കണം. പക്ഷേ ഞാൻ ഗവൺമെന്റ് സ്കൂൾ എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്കൂൾ, അതായത് ഈ പറഞ്ഞ CBSE ICSE പോലുള്ള പബ്ലിക് സ്കൂളുകളിൽ കുഞ്ഞുങ്ങളുടെ നിന്ന് ഫീസ് വാങ്ങിച്ച് അവരെ മാനസിക പീഡനത്തിന് വിധേയരാക്കുന്നു എന്നൊരു ആരോപണം കാലങ്ങളെ കേൾക്കുന്നു. എനിക്ക് യാതൊരു താല്പര്യമില്ലാത്തൊരു ഐറ്റമാണ് ഈ CBSE ICSE സ്കൂൾ. അത് ആസ് എ പേഴ്സൺ എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞു. കാരണം വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞുങ്ങൾക്ക് ബഹുമാനം എന്താണെന്ന് അറിയില്ല, കുഞ്ഞുങ്ങൾക്ക് ആൾക്കാരോടൊരു ആത്മബന്ധമില്ല അവരിൽ നിന്ന് അങ്ങനെ നമുക്ക് പല തരത്തിലുള്ള അങ്ങനെയുള്ള പെരുമാറ്റ ദൂഷ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. എന്നാൽ അവർക്ക് കുറെ ഇംഗ്ലീഷ് അറിയാം, അവർക്ക് കുറച്ച് അറിവുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കുറെ അറിവുകൾ അവർ സമ്പാദിക്കുന്നു എന്നൊക്കെ ശരി തന്നെയാണ്. പക്ഷേ CBSE സ്കൂളിനേക്കാളും വളരെ വേഴ്സ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നു സർക്കാർ സ്കൂളിലെ ഡിസിപ്ലിനറി തിങ്സ്. അവിടുത്തെ പഠിത്തം, അവിടുത്തെ ആരോഗ്യം, അവിടുത്തെ ഈ പറയപ്പെടുന്ന ശുചിത്വം എന്നൊക്കെ കറക്റ്റായിട്ട് ഇംപ്രവൈസ് ആയിട്ടുണ്ടെങ്കിൽ, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഡിസിപ്ലിൻ എന്ന കാര്യത്തിൽ പല സർക്കാർ സ്കൂളും ഇൻക്ലൂഡിങ് കേരളം പല സർക്കാർ സ്കൂളുകളും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മുൻപ് അല്ല ഒരു ഇടക്കാലത്ത് ഗവൺമെന്റ് സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അന്നൊന്നും പബ്ലിക് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകൾ ഇത്രയും പൊങ്ങിയിരുന്നില്ല. പിന്നീട് അത് മാറി എല്ലാവരും ഒരു അഭിമാനം അല്ലെങ്കിൽ ഏറെ കാര്യമായിട്ട് കാണാൻ തുടങ്ങി. ഫീസ് കൊടുത്ത് പഠിക്കുന്നിടത്തു നിന്നാണ് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതെന്നുള്ളൊരു മിഥ്യാധാരണയിലേക്ക് പോയി. അതിനുശേഷം ഈ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ കുറഞ്ഞു,
എന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യം എത്തി. അധ്യാപകരുടെ ജോലി പോകാൻ തുടങ്ങി, തലേണ്ട ആ സാഹചര്യത്തിൽ നിന്നാണ് പിന്നെ അധ്യാപകരടക്കം കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനും കുട്ടികളെ സ്കൂളിലേക്ക് സ്വീകരിക്കാനും മലയാളം മീഡിയം എന്നത് മാറ്റി ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കുട്ടികൾ പോകുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം ആക്കി അങ്ങനെ കുട്ടികളെ കൂടുതലായിട്ട് സ്വാധീനിച്ച് കൊണ്ടുവരാൻ തുടങ്ങി. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ വിദ്യാഭ്യാസം, നല്ല നല്ല പാഠ്യ പദ്ധതികൾ ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുവന്നു. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നല്ല കെട്ടിടങ്ങൾ വരുന്നു. പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഓടിട്ട അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ പഴയ ഒരു കെട്ടിടമാണ് മനസ്സിൽ വന്നതെങ്കിൽ ഇന്ന് അതൊക്കെ മാറി ഈവൻ കമ്പ്യൂട്ടർ ലാബുകൾ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ വന്നു. ഒത്തിരി പുരോഗമനമുണ്ടായി. പക്ഷെ ഈ ഇത്രയെല്ലാം പുരോഗമനം ഉണ്ടായിട്ടും ഒരു കുട്ടിക്ക് സുരക്ഷയില്ലെങ്കിൽ പിന്നെ എന്ത് പുരോഗമനം ഉണ്ടായിട്ട് എന്ത് കാര്യമാണുള്ളത്? അല്ലെ, സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് മിക്ക സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നുള്ളത്. അത് തമിഴ്നാടെന്നില്ല, കേരളമെന്നില്ല. പക്ഷേ അവിടെ അധ്യാപകനാൽ പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയാക്കപ്പെടുക എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ ഭാവി എന്താണ്? അവള് ഷാറ്റേഡ് ആണ്. അവിടെ 3 പേരാണ് അത് പറയുന്നുണ്ടല്ലോ, മാനസികാവസ്ഥ. അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടതില്ലാതാവും. ആ കുട്ടി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇനി അത് ജീവിത അവസാനം വരെ, മരണം വരെ വിട്ടുമാറുമോ കുട്ടി അനുഭവിച്ച കാര്യം? ആ ട്രോമയിൽ നിന്ന് അവൾ ഇനി കരകയറുമെന്ന് തന്നെ കണ്ടറിയാം. കാരണം അവൾക്ക് വിദ്യ പകർന്നു കൊടുക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ്. ഇപ്പൊ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്നു. ഏറ്റവും കൂടുതൽ എല്ലാ പേരൻസും ആശ്വസിക്കുന്നത് രാവിലെ ഇത്ര സമയം മുതൽ വൈകുന്നേരം ഇത്ര സമയം വരെ ഞാൻ ടെൻഷൻ അടിക്കണല്ലോ, സ്കൂളിലാണല്ലോ, സേഫ് ആണല്ലോ, സുരക്ഷിതയാണല്ലോ എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയാണ്. ആ ചിന്താഗതിക്കാണ് ഇപ്പോൾ ഇവിടെ കോട്ടം വന്നിരിക്കുന്നത്. അതെ, നമ്മളൊക്കെ ഇപ്പം വെക്കേഷൻ ആവുമ്പോൾ അമ്മമാരാണെങ്കിലും അച്ഛന്മാരോ ഈ കുട്ടികളുടെ വെക്കേഷൻ തുടങ്ങി ഇപ്പൊ എവരെ എവിടെ ആക്കും? അതായത് സിംഗിൾ പാരന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അച്ഛനും അമ്മയും മകളും മകനും മാത്രമുള്ളതാണെങ്കിൽ എങ്ങനെ ആക്കും, എങ്ങനെ എവിടെ ആക്കും എന്നൊരു ടെൻഷൻ അവർക്ക് വരുമ്പോൾ സ്കൂൾ തുറക്കുന്നത് ഭയങ്കര ആശ്വാസമായിട്ട് കരുതുന്നതാണ് മിക്ക ഭൂരിപക്ഷം വേറെ കൊണ്ടല്ല, അന്യ ഒരു കസിന്റെ വീട്ടിൽ ഏൽപ്പിക്കുന്നതോ ഈവൻ ഗ്രാൻഡ് മദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും പോലും പേടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളുകളിലാകുമ്പോൾ അത്രയും സുരക്ഷിതരാണ്. ആ മതിൽക്കെട്ടിനുള്ള അവർക്കൊന്നും സംഭവിക്കില്ല. 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. എന്തിന്റെ പേരും പറഞ്ഞ് കുഞ്ഞുങ്ങളെ എക്സ്ട്രാ ക്ലാസ്സിന് വിടുമെന്നുള്ളതാണ്. ഇപ്പൊ കാരണം 10th 9th തൊട്ട് മിക്ക, അതായത് വളരെ ഇച്ചിരി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കൂളുകളിൽ അത്യാവശ്യം 100% വിജയം കൊയ്യുന്ന ഗവൺമെന്റ് സ്കൂളിൽ മിക്കപ്പോഴും ഈ പറയുന്ന എക്സ്ട്രാ ക്ലാസ്സുകൾ പണ്ട് കാലം തൊട്ടേ ഉള്ളതാണ്. എക്സ്ട്രാ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. 10th ക്ലാസ്സിലേക്ക് ആകുമ്പോഴേക്കോ അല്ലെങ്കിൽ പബ്ലിക് എക്സാംസ് എടുക്കുന്ന സമയത്ത് 9th ക്ലാസ് തൊട്ട് എക്സ്ട്രാ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോർഷൻസ് നേരത്തെ കവർ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എക്സ്ട്രാ ക്ലാസ് വയ്ക്കുന്ന ഉദ്ദേശം. പക്ഷേ അത് ഇതുപോലൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ധൈര്യം എങ്ങനെ? ആ 3 അധ്യാപകരും എന്താ സൈക്കോകളാണോ? അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികൾ എവിടെ വെച്ചാണ് ഈ സംഭവം നടന്നത്? ഇതൊക്കെ ഇനി പുറത്ത് വരാനുള്ള കാര്യങ്ങളാണ്. എനിക്ക് തമിഴിൽ ഇറങ്ങിയ ഒരു സിനിമ എനിക്ക് ഓർമ്മ വരുന്നു. പൗർണമി കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. അതിന്റെ റീമേക്കുകളൊക്കെ കൂടെ രാക്ഷസൻ എന്ന് പറഞ്ഞൊരു സിനിമ. ആ സിനിമയിൽ കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ ഈ വാർത്ത ഞാൻ അതിന് ശേഷമാണ് കാണുന്നത്. സത്യത്തിൽ ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. കാരണം ഈ ഒരു അതിന്റെ ബൈറ്റ് വരുമല്ലോ, റീൽസിൽ വരുമല്ലോ. അങ്ങനെ ആ ഒരു അധ്യാപകൻ ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന ഒരു സീൻ കാണുകയും അതിലെ നായക കഥാപാത്രം അവനെ അടിച്ചു പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. അപ്പോൾ അത് വെച്ചപ്പോൾ ഞാൻ ഓർത്തത് പബ്ലിക് സ്കൂളിലാണല്ലോ ദൈവം, ഇതൊക്കെ പബ്ലിക് സ്കൂളിൽ നടക്കുന്നുണ്ടായിരിക്കുമോ എന്നുള്ള ചിന്തയിൽ നിന്ന് ഇരിക്കുമ്പോഴാണ് വൈകുന്നേരം ഈ വാർത്ത ഞാൻ കാണുന്നത്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന തിരക്കഥാകൃത്തുക്കൾ സത്യത്തിൽ ഇതൊക്കെ വേറെ വല്ലതും പോയി പഠിച്ച് അവർ അതിനെക്കുറിച്ച് ട്രൂ സ്റ്റോറി തന്നെയാണോ ചെയ്തതെന്ന് ചിന്തിച്ചു പോകുന്നു. കാരണം ആ പടം വമ്പൻ ഹിറ്റായിരുന്നു. അതിനു മുമ്പ് അങ്ങനെ പടം ഇറങ്ങിയിട്ടുമില്ല. അതിനുശേഷം കട്ട്പുട്ട്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിലും അത് റീമേക്കൊക്കെ ഉണ്ടായി. പക്ഷേ ഈ അധ്യാപകരെന്ന് ഇനി അവന്മാരെ വിളിക്കാൻ പറ്റുമോ? എനിക്കത് വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ ചർച്ചയിൽ ഇങ്ങനെ അധ്യാപകർ. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്നും ഇവിടെ ഇപ്പൊ ഈ റൂമിലേക്ക് എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ വന്നാൽ അറിയാതെ എഴുന്നേറ്റ് പോകുന്ന തരത്തിലുള്ള ശിക്ഷണം തന്ന അധ്യാപകരെ, പ്രത്യേകിച്ചും ആൺ അധ്യാപകർ തന്നെ, സ്ത്രീകളെക്കാൾ എനിക്ക് കൂടുതൽ ഇഴയെടുപ്പമുള്ള അധ്യാപകരുണ്ട്. ഇന്നും ഞങ്ങൾ ഹൃദയത്തിൽ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ അങ്ങനെയുള്ള അധ്യാപകർക്ക് കൂടെ അപമാനമാണ് ഇങ്ങനെയുള്ള ഇപ്പൊ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞ പോലെ തമിഴ്നാട്ടില് ഒരുപാട് ഗുരുക്കന്മാരുള്ള ഒരു നാടാണ് അല്ലെ, ദ്രാവിഡ ഭാഷ അല്ലെങ്കിൽ ഏറ്റവും അധികം പഴക്കം ചേർന്നൊരു ഭാഷയാണ് തമിഴ് എന്ന് പറയുന്നത്. അവിടെ സംസ്കാരം, മലയാളമൊക്കെ പിന്നെ അതിന് ശേഷം ഉണ്ടായതാണ്. ഏറ്റവും അധികം സംസ്കാരം, ഏറ്റവും അധികം കവിതകൾ, ഏറ്റവും അധികം കഥകൾ രചിക്കപ്പെട്ട ആ തമിഴകത്തിന്റെ ആ ഒരു സംസ്കാരത്തിലാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഇങ്ങനൊരു അവിടെ എന്താണ് സ്റ്റാലിന്റെ മന്ത്രിസഭ ചെയ്യുന്നത്? അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് എന്തായിരിക്കും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ മറ്റു പാർട്ടികൾ, ഇപ്പൊ വിജയ് ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സ്റ്റാലിൻ ഒരു പാർട്ടിയുണ്ട്, അല്ലെ അണ്ണാ DMK എന്നൊക്കെ പറഞ്ഞ മറ്റു പാർട്ടികൾ എന്ത് പറയുന്നു അതിന് പകരം കൊടുക്കാനിരിക്കുന്നതല്ലാതെ അവര് ഭയങ്കര, ഇപ്പൊ ജയലളിത ഉണ്ടായിരുന്ന സമയത്തൊക്കെ സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഉന്നമനമായിരുന്നു.
പക്ഷേ അതോടൊപ്പം തന്നെ അഴിമതി ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ ജയലളിതയ്ക്കാണെങ്കിലും അതോടൊപ്പം തന്നെ അഴിമതി കേസിൽ അവർ പോയതാണ്. എന്നിട്ടും അവർ മുഖ്യമന്ത്രിയെ തിരിച്ചു വന്നു, സ്ത്രീകളുടെ അമ്മ എന്നറിയപ്പെട്ടു. പക്ഷെ അങ്ങനെ ഒരു നാട്ടിൽ, അതും ഒരു സ്കൂളിൽ, അത് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയോട് ഇങ്ങനെ ക്രൂരത ചെയ്ത അധ്യാപകരെ അല്ലെങ്കിൽ അധ്യാപകരെന്ന വേഷമിട്ട ചെന്നായ്ക്കളെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതൊരു ഈ രാജ്യത്തിനൊട്ടാകെ അതൊരു മാതൃകയായിരിക്കും. കാരണം ഇനി ഇത് വരാൻ പോകും നമ്മുടെ നാട്ടിലാണ്. നമ്മൾ വലിയ സന്തോഷിക്കൊന്നും വേണ്ട, ഉത്തർപ്രദേശിലായിരിക്കും, ഇത് നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഇതിപ്പോ പത്തനംതിട്ടയിലും കൊച്ചിയിലും ഈ പറയുന്ന ആലപ്പുഴയിലും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ഈ പറയുന്ന കാസർഗോഡും എല്ലാം ഇനി നടക്കും. കാരണം ഇതിനല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ യുവമാർക്ക് കൊടുക്കണമെന്ന് എനിക്ക് പറഞ്ഞു. സൗദിയിലും ദുബായിലും ഒക്കെ ചെയ്യുന്നത് പോലെ മാതൃകാപരമായിട്ട് ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള ശിക്ഷ ചെയ്തില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ പണ്ടത്തെ പോലെ വീട്ടിലിരുത്തി പഠിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.